ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ ബികോം കോഓപ്പറേഷനിലെ കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസിൻ്റെ 16th ചാപ്റ്റർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് സൊസൈറ്റീസ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലൂടെ മാർക്കറ്റിംഗ് സൊസൈറ്റീസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള മാർക്കറ്റേഴ്സും ഇവിടെ വരും. മീൻസ് എന്താണ്, ഫാമേഴ്സ് ഉണ്ടായിരിക്കാം, ആർട്ടിസൻസ് ഉണ്ടായിരിക്കാം, സ്മാൾ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരിക്കാം. ഇവരെല്ലാം കൂടെയാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, കോപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവരിങ്ങനെ കോപ്പറേറ്റ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ പ്രൊഡ്യൂസേഴ്സിനെ, അവരുടെ പ്രോഡക്ട്സിനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. സോ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആർ ഫോംഡ് ബൈ ഫാമേഴ്സ്, ആർട്ടിസൻസ് ആൻഡ് സ്മാൾ പ്രൊഡ്യൂസേഴ്സ് ടു മാർക്കറ്റ് ദെയർ പ്രൊഡ്യൂസ്. ദെൻ ഇവർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഹാൻഡിൽ ചെയ്യുന്നത് സെയിൽസ്, സ്റ്റോറേജ്, പ്രോസസ്സിംഗ്, പാക്കിംഗ്, ഗ്രേഡിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ഇതല്ലേ ഒരു മാർക്കറ്റിങ്ങിൻ്റെ സ്റ്റെപ്സിൽ വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഇവിടെ. ദെൻ നമ്മൾ പറയുന്നത് ഇവർ മിഡിൽ മാനെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതിലൂടെ മാർക്കറ്റിംഗ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് സാധിക്കുന്നുണ്ട്. മാത്രമല്ല അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസേഴ്സിന് ബെറ്റർ പ്രൈസസിൽ ഇവർക്ക് പ്രൊഡക്റ്റ് ലഭിക്കുന്നുണ്ട്. സോ അത് കാരണം തന്നെ ഫെയർ പ്രൈസസിന് കൺസ്യൂമേഴ്സിനും പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇവിടെ മിഡിൽ മാനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. മിഡിൽ മാനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ കോസ്റ്റ് അവിടെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് എന്താ, മിഡിൽ മാൻ്റെ ആ ഒരു പ്രോഫിറ്റ് അവിടെ പോകുന്നില്ലല്ലോ. സോ അത് കാരണമാണത്. പിന്നെ മിഡിൽ മാൻ്റെ പ്രോഫിറ്റ് അവിടെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് അവിടെ ബെറ്റർ പ്രൈസിന് സാധനം ലഭിക്കുന്ന സമയത്ത് അവർക്ക് പ്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കും കുറഞ്ഞ റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൺസ്യൂമേഴ്സിന് അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇനി എന്താണ് ഇങ്ങനെ ഒരു കോപ്പറേറ്റീവ് മാർക്കറ്റിങ്ങിൻ്റെ നീഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ സെയിൽസ് ഒന്നും നല്ല രീതിയിലല്ല നടക്കുന്നുണ്ടായിരുന്നത്. അതുപോലെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോറേജ് ഫെസിലിറ്റീസും ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ട്രാൻസ്പോർട്ടാണ് മറ്റൊരു പ്രധാന വിഷയം. ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മിഡിൽ മാൻ്റെ ചൂഷണങ്ങൾക്ക് ഈ ഒരു സൊസൈറ്റീസ് ഇരയായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള പ്രോബ്ലംസിൽ നിന്നെല്ലാം ഒരു മോചനം വേണം എന്നുള്ള രീതിക്കാണ് ഈ ഒരു കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി എന്തൊക്കെ കാര്യങ്ങൾക്ക് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം. ആർട്ടിഫിഷ്യൽ പ്രൈസ് ഉണ്ടല്ലോ, അതിൽ നിന്നും ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ആർട്ടിഫിഷ്യൽ പ്രൈസ് ഹൈക്സിനെ ഇവർ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അഷ്യൂർ ബെറ്റർ പ്രൈസ് ആൻഡ് ഫെയർ പ്രാക്ടീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് റിഡ്യൂസ് കോസ്റ്റ് ആൻഡ് റിസ്ക്. അതുപോലെ പ്രൈസിലൊരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടും കൺസ്യൂമേഴ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ്? എന്താണ് മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാം, കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ മെമ്പർ പ്രൊഡ്യൂസേഴ്സിന് ബെസ്റ്റ് മാർക്കറ്റ് പ്രൈസസ് സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ റെഡ്യൂസ് മാർക്കറ്റിംഗ് കോസ്റ്റ് കുറക്കുക എന്നുള്ളത്. ട്രേഡേഴ്സിൻ്റെ ആ ഒരു മൊണോപോളിസ്റ്റിക് പ്രാക്ടീസ് ഉണ്ടല്ലോ, അതിനെ ഒഴിവാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിനെയും കൺസ്യൂമേഴ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. സപ്ലൈ ഫാം ഇൻപുട്സ്, പ്രൊവൈഡ് എസെൻഷ്യൽ കൺസ്യൂമർ ആർട്ടിക്കിൾസ് and facilitate export, offer grading and credit facilities, maintain price stability, promote business welfare and market intelligence, act as government agents for price support and policies. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്? കോപ്പറേറ്റീവ് മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവർ ആക്ട് ആസ് എ കമ്മീഷൻ ഏജൻറ്റ്. ഒരു കമ്മീഷൻ ഏജൻറ്റിനെ പോലെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ്, ക്രെഡിറ്റ്, അഡ്വാൻസസ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പൂളിംഗ് ഓഫ് സർപ്ലസ് പ്രൊഡ്യൂസിനെ എന്ത് ചെയ്യുക, പൂൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഗ്രൂപ്പ് ചെയ്യുക അല്ലെങ്കിൽ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഗ്രേഡിങ്, ഇംപ്രൂവ് ക്വാളിറ്റി ആൻഡ് പ്രൈസ്. എക്സ്പ്ലോർ ന്യൂ മാർക്കറ്റ്, എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൺ വെയർ ഹൗസസ് ആൻഡ് ഫെസിലിറ്റേറ്റ് എക്സ്പോർട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസിൽ വരുന്നത്. സോ ബെനിഫിറ്റ്സ്. ഓക്കെ, ദെൻ ബിസിനസ് ഓപ്പറേഷൻസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ കമ്മീഷൻ ബിസിനസ് ഉണ്ട്, ഔട്ട് റേറ്റ് പർച്ചേസ് ഉണ്ട്, അഡ്വാൻസ് അഗെയിൻസ്റ്റ് സ്റ്റോക്ക്, പൂളിംഗ്, ഗ്രേഡിംഗ്, പ്രോസസ്സിംഗ്, പ്രൊക്യൂർമെൻറ്റ്, സപ്ലൈ ഓഫ് ഇൻപുട്ട് ആൻഡ് കൺസ്യൂമേഴ്സ് ഗുഡ്സ് ഡിസ്ട്രിബ്യൂഷൻ. ആദ്യം കമ്മീഷൻ ബിസിനസ്. സൊസൈറ്റി സെൽസ് ഓൺ ബിഹാഫ് ഓഫ് ഫാമേഴ്സ്. ഇവിടെ സൊസൈറ്റി ആയിരിക്കും ഇവിടെ ഫാമേഴ്സിൻ്റെ ബിഹാഫിൽ സെല് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഔട്ട് റേറ്റ് പർച്ചേസ് മീൻസ് എന്താണ്, സൊസൈറ്റിയാണ് ഫാമേഴ്സിൻ്റെ പ്രൊഡക്റ്റൊക്കെ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതല്ലേ. അപ്പോൾ സൊസൈറ്റി എന്ത് ചെയ്യും, ഫാമേഴ്സിൽ നിന്നും ഡയറക്റ്റായിട്ട് പ്രൊഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്യും. ഇനി അഡ്വാൻസ് എഗെയിൻസ്റ്റ് സ്റ്റോക്ക്, അങ്ങനെ ഓഫർ ക്രെഡിറ്റ് എഗെയിൻസ്റ്റ് സ്റ്റോർഡ് പ്രൊഡ്യൂസ്. ആൻഡ് നമ്മൾ പറയുന്നത് പൂളിംഗ് ആണ്. അതായത് സൊസൈറ്റിയിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ, ആ ഒരു മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ അവരുടെ
പ്രൊഡക്റ്റ് ഉണ്ടാവുമല്ലോ, അത് ഇവരെന്ത് ചെയ്യും, കളക്ട് ചെയ്യും. അങ്ങനെ കളക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ സൊസൈറ്റിയിൽ നിന്നും പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ അതെന്താവും, ഒരുപാടുണ്ടാവില്ലേ. അങ്ങനെ ഒരുപാടുണ്ടാവുന്ന സമയത്ത് അതൊരു ബൾക്കായിട്ടായില്ലേ. അങ്ങനെ ബൾക്കായിട്ടാവുന്ന സമയത്ത് അങ്ങനെ ബൾക്കാക്കിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, അത് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ നമ്മൾ പറയുന്നത് ഗ്രേഡിങ് നടക്കുന്നുണ്ട്, മീൻസ് ക്വാളിറ്റി ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ പ്രോസസ്സിംഗ് ആണ്, അതായത് റോ മെറ്റീരിയൽസിന് എന്തായിട്ട് മാറ്റുക, ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് മാറ്റുക. അതാണ് പ്രോസസ്സിങ്ങിലൂടെ സംഭവിക്കുന്നത്. പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ പർച്ചേസ് അറ്റ് മിനിമം സപ്പോർട്ട് പ്രൈസ് അല്ലേ. ദെൻ സപ്ലൈ ഓഫ് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻപുട്ടൊക്കെ സപ്ലൈ ചെയ്യുക. മീൻസ് എന്താണ്, സീഡ്സ് ആവാം, ഫെർട്ടിലൈസേഴ്സ് ആവാം, ഇതൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂഷൻസ് എവിടെയാണോ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആബ്സെൻ്റ് ആയിട്ടുള്ളത് അവിടെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെ ആ ഒരു ഹെൽപ്പ്, ഗുഡ്സ് ഇല്ലേ, കൺസ്യൂമേഴ്സിന് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റ് സർവീസസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സ്റ്റോറേജ്, ട്രാൻസ്പോർട്ട്, മാർക്കറ്റ് റിസർച്ച്, ഇതൊക്കെയാണ് കേട്ടോ. ഇത് നമ്മൾ നോക്കുന്നത് മാർക്കറ്റിംഗ് ഫൈനാൻസ് ആണ്. മാർക്കറ്റിംഗ് ഫൈനാൻസ് എന്ന് പറയുന്നത് ഇത് ആസ് പെർ ദ നോംസ് പ്രിസ്ക്രൈബ്ഡ് ബൈ RBI ആണ്. അപ്പോൾ ഇവിടെ ക്ലീൻ ആൻഡ് പ്ലെഡ്ജ്, ഹൈപ്പോത്തിക്കേഷൻ, ക്രെഡിറ്റ് നോർമലി നോട്ട് സാങ്ഷൻ ടുഗദർ, ഇത് രണ്ടും എന്ത് ചെയ്യൂല, ഒരു ടൈമിൽ ഇവർക്ക് അലോ ചെയ്യൂല എന്നുള്ളതാണ്. However, the state or central cooperative banks may, in deserving cases, sanction clean and cash credit limits side by side with pledge hypothecation limited to some societies, provided that the amount borrowed under the clean limit are fully covered by the flowing cash or bank balances, security deposits, goods ordered, stock and assets. ഇതെല്ലാം ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സമയത്ത് നോക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കും ഇവരെന്ത് ചെയ്യുന്നുണ്ടാവുക, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഇനി മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ സ്ട്രക്ചറാണ് നോക്കുന്നത്. 2 ടയർ സ്ട്രക്ചറാണുള്ളത്. ഒന്ന് പ്രൈമറി സൊസൈറ്റി അറ്റ് താലൂക്ക് ലെവൽ, അപ്പെക്സ് ഫെഡറേഷൻ അറ്റ് സ്റ്റേറ്റ് ലെവൽ, മാർക്കറ്റ് ഫെഡ് ഇൻ കേരള. കേരളത്തിൽ എന്താണ്, മാർക്കറ്റ് ഫെഡ് ആണ് കേട്ടോ. ആൻഡ് ഹിയർ 2 ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ആണുള്ളത്. ഒന്ന് ജനറൽ പർപ്പസ് സൊസൈറ്റീസ്, ഒന്ന് സിംഗിൾ കമ്മോഡിറ്റി സൊസൈറ്റീസ്. സിംഗിൾ കമ്മോഡിറ്റി സൊസൈറ്റീസിൽ വരുന്നതാണ് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി, അങ്ങനെയൊക്കെയുള്ള ഇത്. ഇനി നമ്മൾ പ്രൈമറി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്, PCMS. കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഹെൽപ്പ് മെമ്പേഴ്സ് മാർക്കറ്റ് പ്രൊഡ്യൂസ് മോർ പ്രോഫിറ്റബിളി, ഓപ്പൺ ടു മെമ്പേഴ്സ്, PSCR, സ്റ്റേറ്റ് ഓർ ലോക്കൽ ലെവൽ ഗവൺമെൻറ്. ഇവിടുത്തെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ്, സ്റ്റോറേജ്, പ്രോസസ്സിംഗ്, ഗ്രേഡിംഗ്, ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ്, എൻകറേജിംഗ് ത്രിഫ്റ്റ് ആൻഡ് മ്യൂച്വൽ എയ്ഡ്. ഇവർക്ക് ഫണ്ട് ലഭിക്കുന്നത് ഷെയർ ക്യാപിറ്റൽ ത്രൂ, ലോൺസ് ത്രൂ, ഗ്രാൻഡ്സ് ഫ്രം ഗവൺമെൻറ് ത്രൂ, NCDC ത്രൂ. ഓക്കെ. ദെൻ മാർക്കറ്റിംഗ് മെത്തേഡ്സ് യൂസ്ഡ് ബൈ PCMS, കമ്മീഷൻ ഏജൻസി, ഔട്ട്റൈറ്റ് പർച്ചേസ്, പ്ലെഡ്ജ്, അഡ്വാൻസസ്, ഗ്രേഡിംഗ്, പൂളിംഗ്, പ്രൊക്യൂർമെൻറ്റ്. നെക്സ്റ്റ് വണ്ണാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, മാർക്കറ്റ് ഫെഡ്. ഇത് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേരളത്തിലെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ്. അപ്പോൾ മാർക്കറ്റിംഗ് ഫെഡറേഷനിലെ അപ്പെക്സ് ബോഡിയാണെന്ത് ഈ ഒരു മാർക്കറ്റ് ഫെഡ് എന്ന് പറയുന്നത്, സിൻസ് 1960. ഓക്കെ. ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കൊച്ചിനിലാണ്. മെമ്പേഴ്സ് ആർക്കൊക്കെ ആവാൻ പറ്റും, പ്രൈമറി, ഡിസ്ട്രിക്റ്റ് ഓർ റീജിയണൽ സൊസൈറ്റീസ് പ്ലസ് ഗവൺമെൻറ്. ഇവർക്കൊക്കെ ഇവിടെ എന്താവാൻ പറ്റും, മെമ്പർ ആവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി വാട്ട് ആർ ദ ഫംഗ്ഷൻസ്, ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ട്രേഡ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ആൻഡ് ഇൻപുട്ട്. ഓക്കെ. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ് ഡിപ്പോട്ട്സ്, ഗോഡൗൺസ് ആൻഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ്. ഓക്കെ. എക്സ്പോർട്ട് കമ്മോഡിറ്റീസ് ലൈക്ക് പെപ്പർ, കാർഡമൻ, ജിഞ്ചർ. ഓക്കെ. മൊണോപ്പൊളി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ്, ഇഫ്കോ, ക്രിപ്കോ. ഓക്കെ. ഇംപ്ലിമെൻറ്റ് ഗവൺമെൻറ് പ്രൈസ് സപ്പോർട്ട് സ്കീം, ഇംപ്ലിമെൻറ്റ്സ് ഗവൺമെൻറ് പ്രൈസ് സപ്പോർട്ട് സ്കീം. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഫംഗ്ഷനിൽ വരുന്നത്. ഇനി എന്താണ് നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. എന്താണ് ഈ നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, നഫെഡ്? ഇതെന്താണ്, നാഷണൽ ബോഡിയാണ്, നാഷണൽ അഗ്രികൾച്ചറാണ് അല്ലേ. അപ്പോൾ ഇതെന്താണ്, അപ്പെക്സ് നാഷണൽ ബോഡിയാണിത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1958 ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് നാഷണൽ ലെവലാണ്. അപ്പോൾ ഇവിടെ ന്യൂഡൽഹിയിലാണ് വരുന്നത്. ഇനി വാട്ട് ആർ ദ ഫംഗ്ഷൻസ്, കോർഡിനേഷൻ ആൻഡ് ഗൈഡൻസ് ടു സ്റ്റേറ്റ് ഫെഡറേഷൻ. അപ്പോൾ സ്റ്റേറ്റിലുള്ള ഫെഡറേഷൻസിന് ആവശ്യമായിട്ടുള്ള കോർഡിനേഷൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ പ്രൊക്യൂർമെൻറ്റ്, സ്റ്റോറേജ്, പ്രോസസ്സിംഗ്. ഓക്കെ. ഇംപ്ലിമെൻറ്റ് പ്രൈസ് സപ്പോർട്ട് ഓപ്പറേഷൻസ്, കാനലൈസിങ് ഏജൻസി ഫോർ എക്സ്പോർട്ട് ഓഫ് അഗ്രി പ്രൊഡക്ട്സ്. ഓക്കെ. അതായത് അഗ്രി പ്രൊഡക്ട്സിൻ്റെ എക്സ്പോർട്ടിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഏജൻസിനെ ഇവർ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഓപ്പറേറ്റ് കോൾഡ് സ്റ്റോറേജ് ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ്. ഓക്കെ. എന്താണ് കോൾഡ് സ്റ്റോറേജ്, അതുപോലെ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റിനെയൊക്കെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1997 നാഷണൽ അഗ്രികൾച്ചറൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നെഫഡിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നെഫഡ് എന്ന് പറഞ്ഞു
കഴിഞ്ഞാൽ നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി എന്തൊക്കെയാണ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ, ഇൻഡിഫറൻറ്റ് ഫാമേഴ്സ് ആൻഡ് നോൺ ഫാമർ മെമ്പേഴ്സ്. ഓക്കെ, then lack of data on produce volume, weak linkage among societies, competition with credit societies, mismanagement and corruption, neglect of processing, poor supervision, lack of working capital. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രോബ്ലംസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു ഇംപ്രൂവ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്. കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് നമുക്ക് ഫോളോ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ PCMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആണ്. അവരൊക്കെ സ്റ്റേറ്റ് ഫെഡറേഷനിലെ മെമ്പേഴ്സ് അല്ലേ എന്നുള്ളത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ എക്സ്പേർട്ട് ഗ്രേഡിംഗ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻസ് ഒക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ് ഉണ്ടല്ലോ, അത് ഇനാഡിക്വേറ്റിന് പകരം അഡിക്വേറ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. അതിനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ, നമുക്ക് എല്ലാ മാർക്കറ്റിങ്ങിലും വേണ്ടതാണ് സ്റ്റോറേജ് അല്ലേ. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് സർവീസസ് മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യാം. ഒരുപാട് സർവീസസ് എന്ത് ചെയ്യുക, മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫെഡറേഷൻ ടു പ്ലാൻ ക്ലിയർ സ്ട്രാറ്റജീസ്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ്സിൽ ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലേ. ആ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ട് ഫാമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇനി എന്താണ് ഇവിടുത്തെ സോഴ്സസ് ഓഫ് ഫൈനാൻസ്, എങ്ങനെയാണ് നമ്മളിവിടെ ഫൈനാൻസ് കണ്ടെത്തുന്നത്? ത്രൂ ഇക്വിറ്റി ഷെയർസ്, ത്രൂ ഡെപ്പോസിറ്റ്, പിന്നെ ലോൺ ഫ്രം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, സ്റ്റേറ്റ് ഫെഡറേഷൻ, നെഫഡ്, SBI, മാർക്കറ്റിംഗ് ബോർഡ്. സോ ഇത്രയും ഏരിയാസിലൂടെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഫണ്ട് കണ്ടെത്തുന്നത്. എന്തൊക്കെയാണ്? ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, ഡെപ്പോസിറ്റ് ഉണ്ട്, പിന്നെ നമ്മൾ ഈ പറയപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ, DCB, സ്റ്റേറ്റ് ഫെഡറേഷൻ, നെഫഡ്, SBI, മാർക്കറ്റിംഗ് ബോർഡ്സ്. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ നമുക്ക് ലോൺ കിട്ടും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫണ്ട്, സോഴ്സസ് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് ഫൈനാൻസ് എന്ന് പറയുന്നത്. സോ ഇതോട് കൂടിയിട്ട് നമ്മുടെ 16th ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ.